ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം. ബ്രെഡും പഴവും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തത് ചെറിയ കഷ്ണങ്ങളാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. കനം കുറച്ച് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 ഏലക്കായുടെ കുരുവാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയെല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കേണ്ടത്, ചൂടുള്ള പാല് ചേർക്കരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഒരു വയർ വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസ് എടുക്കുക. 5 or 6 ബ്രെഡ് സ്ലൈസസ് എടുത്ത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഈ മുറിച്ച് മാറ്റുന്ന കഷ്ണം കളയരുത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലെ ഒരു 6 എണ്ണത്തിനുള്ളത് ക്വാണ്ടിറ്റി നമുക്ക് ഈ ഒരു കൂട്ടിൽ നിന്നും കിട്ടും. ഇതുപോലെ ഓരോന്നും മുറിച്ച് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡ് മുറിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുള്ളിലേക്ക് പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് നിരത്തി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തീ കൂടി പോകരുത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പഴമെല്ലാം നിരത്തി കഴിഞ്ഞാൽ ഇനി മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഫില്ലായി വരുന്നത് വരെ മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ഇത് 1 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി പീസ് ഉണ്ടല്ലോ, ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റിയ ബ്രെഡിൻ്റെ കഷ്ണം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് വരെ അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. മുട്ടയും പഴവും കൂടി ഉള്ളതുകൊണ്ട് വേവുന്നതിന് കുറച്ച് ടൈം എടുക്കും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് മുരിച്ചെടുക്കുക. 2 സൈഡും ഒരുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കഷ്ണങ്ങളും ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും ഒരു സ്നാക്കും കൂടിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.